മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. കൊല്ലം പത്തനാപുരത്ത് പോലീസ് വാഹനം ജീപ്പ് കൊണ്ട് ഇടിച്ച് തകർത്ത പ്രതി പിടിയിൽ. സജീവിനെ തമിഴ്നാട് തെങ്കാശിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മുടിയും മീശയും താടിയും വെട്ടിയ ശേഷമാണ് സജീവ് തമിഴ്നാട്ടിലേക്ക് കടന്നത്. പോലീസിന് നേരെ അതിക്രമം നടത്തിയ ശേഷം സജീവ് സോഷ്യൽ മീഡിയയിൽ വീഡിയോയും ഇട്ടിരുന്നു. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, എന്നാണ് ഈ സംഭവം ഉണ്ടായത്? പിന്നീട് എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത് പോലീസ്? തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം പത്തനാപുരത്തിന് സമീപത്തുണ്ടായത്. ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് ഇയാളുടെ വളർത്തുനായയുമായി പാചകപ്പുരയിലേക്ക് എത്തിയതിനെ തുടർന്നായിരുന്നു തർക്കമുണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് അതിൽ ഇടപെട്ടതോടുകൂടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചത്. ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. 3 തവണയാണ് ഇയാൾ ഓടിച്ചിരുന്ന ആ ജീപ്പ് പിന്നാലെ എടുത്തതിന് ശേഷം പോലീസ് വാഹനത്തെ ഇടിച്ച് തകർക്കാൻ ശ്രമിച്ചത്. ആ ഉദ്യോഗസ്ഥനൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ അവിടെ നിന്നും കടന്നു കളഞ്ഞ ഇയാളെ തമിഴ്നാട് തെങ്കാശിയിൽ നിന്നാണ് പത്തനാപുരം പോലീസ് പിടികൂടിയിരിക്കുന്നത്. പത്തനാപുരം CI ബിജുവും ഒപ്പം തന്നെ SI ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തിയ ശേഷം പ്രതിയെ പിടികൂടിയത്. ഇയാൾ മൊബൈലൊക്കെ ഉപയോഗിക്കാതിരുന്നത് ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായെങ്കിൽ പോലും പോലീസ് ഇയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരുന്നു. കാര്യം പണ്ട് ഇയാൾക്ക് ഇത്തരത്തിൽ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇയാൾക്ക് അവിടെ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുകയും അവിടേക്ക് എത്തി വളരെ സാഹസികമായിട്ടാണ് സജീവൻ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പത്തനാപുരത്ത് എത്തിച്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കി രാത്രിയോടുകൂടെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് നിരവധി കേസുകളിലൊക്കെ പ്രതിയായിരുന്നു. എന്തായാലും പോലീസിന് വലിയ തലവേദനയാകുമായിരുന്ന ഒരു സംഭവം 2-3 ദിവസം കൊണ്ട് തന്നെ പിടികൂടാൻ കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസമാണ്. ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി.